അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന, നമുക്കൊക്കെ നോവുണ്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി. നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനും തമ്മിൽ എങ്ങനെയായിരിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാഴ്ച, അവർ തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടായിരിക്കും, ഈ കാഴ്ച നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. അതായത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉസ്താദിനെ കുറിച്ചാണ്. നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട ഒരു ഉസ്താദിനെ കുറിച്ച്. അപ്പൊ ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാവരെയും നമ്പരപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു വയനാട് ദുരന്തം. ഒറ്റ രാത്രി കൊണ്ടാണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളും, അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടത്. അവരുടെ ഉടയവരും എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം നഷ്ടപ്പെട്ട് അവർ വളരെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത്. ഇന്നും പലരുടെയും ശരീരങ്ങൾ കണ്ടുകിട്ടിയിട്ടില്ല. എല്ലാവരും അവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ചേർന്ന് ഒരു മണ്ണിൽ ഉറങ്ങുകയാണ്. അത്തരത്തിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ഒരു ഉസ്താദായിരുന്നു മഹാനായ ശിഹാബ് ഫൈസി ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടത്തെ അല്ലാഹു സ്വർഗ്ഗീയ പൂങ്കാവനമാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉന്നത പദവി അല്ലാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ മുഖം നമുക്ക് ആർക്കും ഓർമ്മയിൽ നിന്ന് മായാത്ത ഒന്നാണ്. ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു ആ ഉസ്താദ്. വയനാട് പള്ളിയിലെ ഒരു ഇമാമായിരുന്നു അദ്ദേഹം. അവിടുത്തെ മദ്രസയിൽ അധ്യാപനം കൂടിയായിരുന്നു. അവിടുത്തെ മദ്രസയിലെ കുട്ടികൾക്ക് ആ ഉസ്താദ് ഒരുപാട് പ്രിയപ്പെട്ട ആളായിരുന്നു. അത്രത്തോളം സ്നേഹത്തോടു കൂടിയായിരുന്നു അവരുടെയൊക്കെ അവിടെയുണ്ടായിരുന്ന കുട്ടികളെല്ലാം അദ്ദേഹത്തെ നോക്കിയത്. അത്തരത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അമൻ റാസി എന്ന പേരുള്ള 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി. അവന്റെ പിറന്നാൾ ദിനത്തിൽ അവന്റെ ഉപ്പയോട് പറയുകയാണ്, എന്നെ പഠിപ്പിച്ചിരുന്ന എന്റെ ഉസ്താദിന്റെ ഖബർ എനിക്കൊന്ന് സിയാറത്ത് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഉസ്താദും ആ വിദ്യാർത്ഥിയും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് നിങ്ങൾ നോക്കി. എന്നെ പഠിപ്പിച്ചിരുന്ന എന്റെ ഉസ്താദിന്റെ ഖബർ എനിക്കൊന്ന് സിയാറത്ത് ചെയ്യണമെന്നാണ് ആ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ആ കുട്ടി പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, സാധാരണ ഒരു കുട്ടി അവന്റെ പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അവന്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നത് കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ മുട്ടായികളും അതുപോലെ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾ പറയാറുള്ളത്. പക്ഷെ ആ കുട്ടി അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചത്, എനിക്ക് എന്റെ ഉസ്താദിന്റെ ഖബറിടത്തിൽ പോയി ഒന്ന് സലാം പറയണം എന്നായിരുന്നു. ഇവിടെയാണ് ഈ പൊന്നുമോൻ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. തന്റെ ഗുരുവിനോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ മദ്രസയിൽ ആ കുട്ടി ആ ഉസ്താദിനോടുള്ള ഒരു സ്നേഹത്തെ, അല്ലെങ്കിൽ തന്റെ ഗുരുവിനോടുള്ള സ്നേഹത്തെ ആ കുട്ടി പ്രകടിപ്പിക്കുക. അപ്പൊ ഈ കുഞ്ഞിനോട്, ഈ മോനോട് തന്റെ മാതാപിതാക്കൾ ആ ബർത്ത്ഡേ ദിനത്തിൽ, മോനെ നിനക്ക് എന്താണ് വേണ്ടിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ, വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, എന്റെ ഉസ്താദ് ശിഹാബ് ഫൈസിയുടെ ഖബറിടത്തിൽ പോയി എനിക്കൊന്ന് സലാം പറയണം എന്നായിരുന്നു ആ കുട്ടിയുടെ ആ കൊച്ചു മോന്റെ ആ പറച്ചിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ കുഞ്ഞ് മുണ്ടക്കൈ സ്വദേശി ഷഫീഖ് ഷബ്ന എന്ന ദമ്പതികളുടെ പൊന്നുമകനാണ്. ഈ കുട്ടി ആരെയും ഉള്ളലിയിപ്പിക്കുന്ന ഒരു സന്ദേശം നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പൊന്നുമോന്റെ ജന്മദിനത്തിൽ മറ്റെല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് പ്രിയപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ പോയി ഖബർ സിയാറത്തിനായി ആ കുഞ്ഞ് മുതിർന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തന്റെ 1ാം ക്ലാസ്സിലെ ഉസ്താദിന്റെ മരണം അവനെ ഏറെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നോക്കൂ സഹോദരന്മാരെ, ആ കുഞ്ഞിന്റെ കുടുംബത്തിൽ നിന്നും പലരും ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അവനെ ഏറെ വേദനിപ്പിച്ചത് ആ ഉസ്താദിന്റെ മരണമായിരുന്നു. ഉസ്താദില്ലാത്ത മദ്രസയിൽ അവൻ പോകാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവൻ ഉസ്താദിന്റെ ഖബർ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയത്. ഉസ്താദിന്റെ പേരെഴുതിയ ഖബർ കണ്ടതോടെ അവന്റെ മുഖം വളരെയധികം വിഷമത്തോടുകൂടി അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുകയാണ്. ആ മീസാങ്കല്ലിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ഉസ്താദ്.
ചുരുക്കി പറഞ്ഞാൽ ആ കുഞ്ഞ് ആ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്ത് തന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് നടക്കുമ്പോഴൊക്കെ അവന്റെ മനസ്സിൽ തന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ ആ ഓർമ്മകൾ മാത്രമായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, അധർമ്മവും അനീതിയും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മക്കളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മുടെ മക്കളെ എല്ലാം ഇങ്ങനെ ആക്കി തരാൻ നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും അല്ലാഹു നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കി മാറ്റണേ അല്ലാഹ്. കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കുഞ്ഞിന് നീ വലിയ അനുഗ്രഹങ്ങൾ നൽകണേ പടച്ചവനെ. ആ മരണപ്പെട്ട ഉസ്താദിന് അല്ലാഹുവേ നീ അവരുടെ ദറജത്തെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഉന്നത പദവി നൽകണേ പടച്ചവനെ. നീ മാഫ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന നമുക്ക്, നമ്മുടെ മക്കൾക്കും, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, മശരിക്ക് മുതൽ മഗ്രിബ് വരെയുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവരെല്ലാം നീ സർവ്വ അവരെയും നമ്മയും എല്ലാം സർവ്വ ആപത്തുകൾ മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين.